സ്തോത്രഗീതം പാടാം ഞാനും. എത്ര പേരടിയാണ് ഇന്ന് ഇവളെ കർത്താവിന് സ്തോത്ര സ്തുതിയൊക്കെ അർപ്പിക്കുവാൻ? നമുക്ക് എന്തെങ്കിലും നന്മകളാണ് കർത്താവ് തന്നിട്ടുള്ളത്. കർത്താവ് അതിന് പ്രതിഫലം ഒന്നും ചോദിക്കുന്നില്ലല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വരെ ബലി അർപ്പിച്ചതാണ്. ആ കർത്താവിന് നമ്മൾ കൊല്ലപ്പഴം കൊടുക്കുന്ന നമുക്ക് നന്മകളൊക്കെ ഒരു നന്ദി എന്നൊരു വാക്ക്. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായെങ്കിലും നമുക്കൊരു യാഗം നടക്കാനുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയും, എന്നെ യാഗമാക്കിയേക്കാം, ഞാനും പാടുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പറയാൻ മാത്രം പറ്റും. പക്ഷെ നമ്മൾ ഒരേ ഒരു യാഗമുള്ള നമുക്ക് കർത്താവിന് കൊടുക്കുക. സ്തോത്രമെന്ന യാഗം അർപ്പിക്കാൻ യഹോവയെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. നെഞ്ചുകൂറിടും നന്ദിയോടുന്ന സ്തോത്രഗീതം പാടാൻ ഞാൻ. എത്ര പേര് പാടാറിയാണ്. അതുപോലെ തന്നെ നന്ദി എന്നൊരു വാക്ക്. നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ വല്ലപ്പോഴും നന്ദി. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നതിന് പരിശുദ്ധ ദൂതന്മാർ എപ്പോഴും കർത്താവിനെ പറഞ്ഞിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ കർത്താവ് വസിക്കാൻ കർത്താവ് സ്വർണ്ണ സിംഹാസനത്തായി ഇരിക്കുന്നതെങ്കിലും കർത്താവിന് ആഗ്രഹം തൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ തൻ്റെ മക്കളുടെ സ്തുതി സ്തോത്രം കേൾക്കാനാണ്. അത് കർത്താവിനോട് ഇരിക്കാൻ വയ്യ. കർത്താവ് താണിറങ്ങി വരും. സ്തുതികളിന്മേൽ താണിറങ്ങി വരുന്നവനായ കർത്താവ്. അപ്പം ഈ സോങ് എന്ന് പറയും ഒരു കുറച്ചു 4-5 വർഷമായത്. സൂസനുള്ള മ്യൂസിക്സ് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും തൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സോങ്ങിൽ പറയുന്നത്, ജീവിതം വെറും ക്ഷണഭങ്കുരം. ഇതെൻ്റെ എളിയ ഭവനിൽ നിന്നുണ്ടായ ഉരുത്തിരിഞ്ഞൊരു ഗാനമാണ്. ജീവിതം വെറും ക്ഷണഭങ്കുരം, ഞാനോ വെറും ക്ഷണിക. അതെ, നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നു, നമ്മൾ രാത്രി നാളെ പുലർക്കാലം നമ്മൾ കാണുമോ, നാളെ നമ്മൾ പ്രഭാതം നാളെ നമ്മൾ കാണുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ശങ്കരക്കുറുപ്പിൻ്റെ കവിത പോലെ ഇന്ന് ഞാൻ നാളെ നീ, നമ്മൾ ഏത് സമയത്തും കർത്താവ് വിളിക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. അപ്പം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക. അതായത് കർത്താവിന് സ്തുതി സ്തോത്രം നന്ദി ഒക്കെ അർപ്പിച്ച് ഓരോ ദിവസവും മുന്നോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഒരു 2-3 വർഷം റെഡിയാക്കിയ പാടാൻ കർത്താവ് അനേക സുഖങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം നിരക്ക് മൂലം ഒന്നും കംപ്ലീഷനിലോട്ട് വരുവാൻ സാധിച്ചിട്ടില്ല. പിന്നെ 1-2 പാട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അനേക ഗാനങ്ങൾ കിടക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പാടുന്നതായിരിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വൺസ് അഗൈൻ സൂസനുള്ള മ്യൂസിക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സോങ്ങിലേക്ക് പോകാം. നല്ല ചൂടൊക്കെ ഉണ്ട്, എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ ആണെങ്കിലും അതുപോലെ ചൂടുമുണ്ട്. എന്തുവായാലും കർത്താവിൻ്റെ കൃപ കൊണ്ട് ഒരു ദിവസം മുന്നോട്ട് പോകുന്നു. ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ സോങ് നമുക്ക് കേൾക്കാം. നെഞ്ചിലുറിടും നന്ദിയോടൊന്നും സ്തോത്രഗീതം പാടാം ഞാൻ, സ്തോത്രഗീതം പാടാം ഞാൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നതെന്നും, വായ് സംസാരിക്കുന്നതെന്നും. നെഞ്ചിലൂറിടും നന്ദിയോടൊന്നും സ്തോത്രഗീതം പാടാം ഞാൻ, സ്തോത്രഗീതം പാടാം ഞാൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നതെന്നും, വായ് സംസാരിക്കുന്നതെന്നും. ഈ ജീവിതം വെറും ക്ഷണഭങ്കുരം, ഞാനോ വെറും ക്ഷണിക. ഈ ജീവിതം വെറും ക്ഷണഭങ്കുരം, ഞാനോ വെറും ക്ഷണിക. ഹൃദയത്തിനടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരും നന്ദി എന്നൊരു വാക്കല്ലാതൊന്നുമില്ലപ്പാ. ഹൃദയത്തിനടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരും നന്ദി എന്നൊരു വാക്കല്ലാതൊന്നുമില്ലപ്പാ. അങ്ങേക്കുവാൻ അങ്ങേക്കർപ്പിക്കാൻ നന്ദി എന്നൊരു വാക്കല്ലാതൊന്നുമില്ലപ്പാ. അങ്ങേക്കുവാൻ അങ്ങേക്കർപ്പിക്കാൻ നന്ദി എന്നൊരു വാക്കല്ലാതൊന്നുമില്ലപ്പാ. നെഞ്ചിലുറിടും നന്ദിയോടൊന്നും സ്തോത്രഗീതം പാടാം ഞാൻ, സ്തോത്രഗീതം പാടാം ഞാൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നതെന്നും,
വായ് സംസാരിക്കുന്നതെന്നും സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ മഹത്വപ്പെടുത്തുന്നു യഹോവയെ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ മഹത്വപ്പെടുത്തുന്നു യഹോവയെ. ഹൃദയമാം പൊയ്കയിൽ നിന്നുയർന്നു വരും സ്തോത്രമെന്നൊരു യാഗമല്ല ഒന്നുമില്ലപ്പാ. ഹൃദയമാം പൊയ്കയിൽ നിന്നുയർന്നു വരും സ്തോത്രമെന്നൊരു യാഗമല്ല അതൊന്നുമില്ലപ്പാ. അങ്ങേക്കേകുവാൻ അങ്ങേക്കർപ്പിക്കാൻ സ്തോത്രമെന്നൊരു യാഗമല്ല അതൊന്നുമില്ലപ്പാ. അങ്ങേക്കേകുവാൻ അങ്ങേക്കർപ്പിക്കാൻ സ്തോത്രമെന്നൊരു യാഗമല്ല അതൊന്നുമില്ലപ്പാ. നെഞ്ചിലൂറിയിടും നന്ദിയോടെന്നും സ്തോത്രഗീതം പാടാം ഞാൻ. സ്തോത്രഗീതം പാടാം ഞാൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നതെന്നും വായ് സംസാരിക്കുന്നതെന്നും നെഞ്ചിലൂറിയും നന്ദിയോടെന്നും സ്തോത്രഗീതം പാടാം ഞാൻ. സ്തോത്രഗീതം പാടാം ഞാൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നതെന്നും വായ് സംസാരിക്കും